നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു SIT. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നതെന്നാണ് ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും വലിയ വിവാദമായിരുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീ പ്രവേശന സമരമായിരുന്നു. ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത്തരത്തിലൊരു തീരുമാനം തികച്ചും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പത്മകുമാർ. അന്ന് വിശ്വാസി സമൂഹത്തിനൊപ്പം നിന്നുകൊണ്ട് തങ്ങൾ ഒരിക്കലും തന്റെ വീട്ടിലുള്ള ഒരു സ്ത്രീയെ ഇത്തരത്തിൽ ശബരിമലയിലേക്ക് കയറ്റാൻ അനുവദിക്കില്ല എന്നതടക്കം പറഞ്ഞുകൊണ്ട് CPMനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സഖാവ് തന്നെയാണ് ഈ പത്മകുമാർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വിശ്വാസികൾക്കൊപ്പം നിന്നു എന്ന് കാണിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും അതിഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ, ചില പ്രധാനപ്പെട്ട ആളുകളുടെ മുഖം പുറത്ത് വെളിച്ചത്താകാൻ പോകുന്നു എന്നുള്ള സൂചനകൾ അതുതന്നെയാണ് ഈ ഒരു അറസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരം: ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്നത് ഒരു അറസ്റ്റ് തന്നെയാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് തന്നെയാണല്ലോ ഇത്. എന്ത് തോന്നുന്നു സാർ ഈ ഒരു വിഷയത്തില്? വിഷമമാണ് തോന്നുന്നത്, സന്തോഷമല്ല. പത്മകുമാർ സാറിനെയൊക്കെ വർഷങ്ങളായിട്ട് അറിയാം. ഒരുപക്ഷെ അദ്ദേഹം ചെയ്ത തെറ്റ് ഒരിക്കലും നമുക്ക് പൊറുക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹം തന്നെ അതിനെ പരിഹാരം ചെയ്യട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമത്തിന്റെ നടപടി നേരിട്ടെ. പക്ഷെ വളരെ വേദനാജനകമാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതായത് കേരളത്തിൽ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുകളെ അറസ്റ്റിലായിട്ടുള്ളൂ. അത് വാസു സാറും പത്മകുമാർ സാറുമാണ്. ഇത്രമാത്രം നാണക്കേടാണ്. എല്ലാ ദേവസ്വം സംവിധാനങ്ങളും തെറ്റാണ് എന്ന് സമൂഹത്തിലേക്ക് ചിന്തിപ്പിക്കുന്ന രീതിയിലല്ലേ. അതുകൊണ്ട് എന്തായാലും വളരെ വേദനയുണ്ട്. അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് വേദനയും വിഷമവും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അയ്യപ്പന്റെ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു കാരണവശാൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശക്തമായ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണം. കൂടുതൽ സത്യങ്ങൾ അതിൽ നിന്ന് വെളിവാകണം. മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഇതിലിപ്പോ പത്മകുമാർ സാർ തന്നെ ഈ വിഷയത്തില് ഒരു കാര്യം പറഞ്ഞത്, ഈ മുൻപ് അറസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞിരുന്നത് വിഷയം എന്ന് പറയുന്നത്, അങ്ങനെ എന്റെ തലയിൽ മാത്രം ഇട്ടിട്ട് ഇത് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഈ കേസ് ഒതുക്കാം എന്ന് കരുതണ്ട എന്ന തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു. അപ്പോ മറ്റു പലരെയും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പലരും തന്റെ തലയിൽ ഇതിട്ടിട്ട് കേസ് ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിട്ട് തോന്നുന്നുണ്ടോ? അവിടെയാണ് അദ്ദേഹം തുറന്നു പറയട്ടെ. ഇനി അദ്ദേഹത്തിന്റെ മേളിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പിന്നിൽ വേറെ ആരും ഉണ്ടെങ്കിൽ തുറന്നു പറയട്ടെ. ഇത്രയും മധുന്ന ഒരാളാണ്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഹൈക്കോടതി നേരിട്ടുള്ള നിർവഹണത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ അന്വേഷണം നിർവഹിക്കുന്ന സംഘമല്ലേ. ശ്രീ വാസുവിനോ ശ്രീ പത്മകുമാറിനോ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അതുകൊണ്ട് ശക്തമായി എന്തെങ്കിലും വേറെ പറയാനുണ്ടെങ്കിൽ പറയണം. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. അങ്ങനെ നമ്മൾ കള്ളത്തരം ചെയ്താൽ ദൈവം അതിന് ശിക്ഷിക്കുമെന്നുള്ളത് നമ്മുടെ വലിയൊരു പാഠമാണ്. ശരിക്കും വിഷമമുണ്ട്. കാരണം പത്മകുമാർ സാർ ഞങ്ങളെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വിഷമമുണ്ട്. ശബരിമല പ്രക്ഷോഭ കാലത്തൊക്കെ ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും മറുവശത്ത് വിശ്വാസികളെയും തന്നാൽ കഴിയുന്ന രീതിയിൽ ബാലൻസ് ഒക്കെ ചെയ്യാൻ നോക്കിയ ഒരാളാണ്. അപ്പൊ വാസു സാറിന് പണ്ടേ വിശ്വാസമില്ല. അതുപോലല്ല പത്മകുമാർ സാർ. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ പോലീസുകാർ സൊസൈറ്റി എത്ര കൃത്യമായിട്ടാണ് അന്വേഷിക്കുന്നത്. വളരെ വളരെ വിഷമമുണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ. എന്തായാലും എന്താ പറയണേ, ഒരു നീതി ഉണ്ടാവട്ടെ. ഈ വിഷയത്തിൽ നീതി ഉണ്ടാകണം. അയ്യപ്പന്റെ സ്വർണം കണ്ടവർക്ക് മാപ്പില്ല. SIT പറയുന്നത് പ്രകാരം വ്യക്തമായിട്ടുള്ള പങ്ക് ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പത്മകുമാറിന് വ്യക്തമായിട്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നും പലതവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വീട്ടിൽ നിന്ന് ഗൂഢാലോചന നടത്തിയെന്നും ഒക്കെയാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. അറിയില്ല. ഏറ്റവും വിഷമമാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേ. ആലോചിച്ച് നോക്കിയേ, ഇദ്ദേഹം വരുന്ന എന്തൊരു വലിയ കുടുംബത്തിൽ നിന്നാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കിട്ടിയിട്ട് വിശ്വാസികളെയൊക്കെ ഇത്ര കൂടെ നിന്നിട്ട് അവസാനം ഈ വിശ്വാസവഞ്ചനയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് തോന്നുന്നത്. അപ്പം എനിക്ക് ശരിക്കും അതാണ് വേദനയാണുള്ളത്. ഒരു വശത്ത് ആശ്വാസവും ഉണ്ട്. കാര്യം കൂടുതലായിട്ട് സത്യങ്ങൾ വെളി വരുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷെ അങ്ങേയറ്റം വേദനയുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹൈക്കോടതി അദ്ദേഹത്തോട് ക്ഷമിക്കില്ല. അയ്യപ്പ ഭക്തർ അദ്ദേഹത്തോട് ക്ഷമിക്കില്ല. ഒരുപക്ഷെ സ്വാമി അയ്യപ്പൻ, അദ്ദേഹം സമസ്താപരാധം പറഞ്ഞ് ക്ഷമ ചോദിക്കട്ടെ. സ്വാമി അയ്യപ്പൻ അദ്ദേഹത്തോട് ക്ഷമിക്കാൻ കഴിയട്ടെ.
എന്തായാലും വലിയ നടപടികളാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 2 ആളുകളെ പ്രധാനമായിട്ട് SIT അടക്കം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. സ്വർണ്ണപ്പാളി കവാടം കവർച്ച എന്ന തരത്തിലാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ മുതൽ പത്മകുമാർ SITക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. പിന്നാലെ വൈകുന്നേരം 3 മണിയോടെയാണ് SIT ഉദ്യോഗസ്ഥർ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടാണ് ഇയാളെ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായിരുന്നു പത്മകുമാർ എന്നുള്ളത് ശ്രദ്ധേയം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളിലെല്ലാം പത്മകുമാറിന്റെ പേരുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പത്മകുമാറിനെതിരെയാണോ മൊഴികൾ എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു, സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാർ ആണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ SIT വിലയിരുത്തൽ ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായിട്ടും SITക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. മുരാരി ബാബു മുതൽ N വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയത് എന്നതാണ് ഇവരുടെ മൊഴികളിലൂടെ എല്ലാം പുറത്തുവരുന്ന സൂചന എന്നുള്ളതാണ്. പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം SIT വിശദമായിട്ട് അന്വേഷിച്ചു വരികയാണ് എന്നുള്ളതാണ് വിവരം. സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി പത്മകുമാറിന് നേരത്തെ തന്നെ 2 തവണയോളം SIT നോട്ടീസ് നൽകിയിരുന്നു. N വാസു അറസ്റ്റിലായതിന് പിന്നാലെയാണ് പത്മകുമാറിന് 2ാമതും നോട്ടീസ് നൽകുന്നത്. N വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ പത്മകുമാർ ആയിരുന്നു ബോർഡ് പ്രസിഡന്റ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നോട്ടീസ്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ CPMന്റെ ഭാഗത്തു നിന്നുള്ള നിരവധി പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധേയമായിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണമായിരുന്നു. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും എന്ന് തന്നെയാണ് പത്മകുമാറിനെതിരെയുള്ള പരാമർശമായിട്ട് അദ്ദേഹം നടത്തിയത്. പത്മകുമാറിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പത്മകുമാർ അനുഭവിക്കേണ്ടി വരും എന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നു. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നും ചോദ്യം ചെയ്യുന്നതേ ഉള്ളൂ എന്നുമായിരുന്നു തുടക്കത്തിലുള്ള V ശിവൻകുട്ടിയുടെ മറുപടി. മറ്റ് കുറെ നടപടികൾ ഇനിയുമുണ്ട് എന്നുള്ള വിശ്വാസത്തിലായിരുന്നു മാധ്യമങ്ങളോട് ശിവൻകുട്ടി സംസാരിച്ചിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. രാവിലെയാണ് CPM നേതാവ് കൂടിയായിട്ടുള്ള പത്മകുമാർ ചോദ്യം ചെയ്യലിനായിട്ട് SITക്ക് മുൻപിൽ ഹാജരാകുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. എന്തായാലും അയ്യപ്പന്റെ സ്വർണം കട്ടവരെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവരുടെ മുഖമെല്ലാം വെളിവെക്കുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പത്മകുമാർ പറയുന്നത് പ്രകാരം എന്റെ തലയിൽ മാത്രം വച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാമെന്ന് ആരും കരുതണ്ട എന്നുള്ള ഒരു പരാമർശം നടത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പത്മകുമാറിന്റെ പിന്നിൽ ഒരുപാട് പേർ ഉണ്ട് എന്നത് വ്യക്തമാണ്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ആരെയാണ് പത്മകുമാർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പത്മകുമാറിന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട മുഖങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ സംശയത്തിന്റെ ആക്കം കൂടുകയാണ്. എന്തായാലും അന്വേഷണങ്ങൾ ശക്തമാകുന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിൽ വലിയ രീതിയിലുള്ള നടപടികൾ, ഏറ്റവും നിർണായകമായിട്ടുള്ള നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി പുറത്തു വരാനുള്ള മുഖങ്ങൾ അത് പ്രമുഖർ എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും മുൻപന്തി നേതാക്കൾ എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് നിലവിലത്തെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്.